എൻ്റെ പേര് വിനയ. ഞാനിവിടെ പോപ്പുലർ ഹ്യുണ്ടായിൽ സെയിൽസിൽ വർക്ക് ചെയ്യാണ്. അപ്പോൾ ഈ ഹ്യുണ്ടായുടെ ഈ ഫസ്റ്റ് ഇതല്ലേ ഈ എൻലൈൻ ഇപ്പോൾ ഇറങ്ങുന്നത്, ക്രെറ്റയുടെ എൻലൈൻ ഫസ്റ്റ് ആയിട്ട് എടുക്കും. അപ്പോൾ നമ്മളെ സാധാരണ ആ വണ്ടിയായിട്ട് എന്തൊക്കെയാണ് വ്യത്യാസങ്ങളൊക്കെ എന്തൊക്കെയാണ് വരുന്നത്? നമ്മുടെ നോർമൽ വണ്ടിയായിട്ട് നോർമൽ ക്രെറ്റയായിട്ട് ഈ എൻലൈൻ വരുമ്പോഴത്തേക്ക് ഇതിനകത്ത് എന്തൊക്കെയാണ് വ്യത്യാസം? ഫസ്റ്റ് ഫ്രണ്ട് ഗ്രില്ലിന്റെ വ്യത്യാസം വരുന്നുണ്ട്. എൻലൈൻ ബാഡ്ജിങ് വരും. ഫ്രണ്ട് ഗ്രില്ല് ടോട്ടലി മാറിയിട്ടുണ്ട്. നോർമൽ ക്രെറ്റയിൽ നിന്ന് നല്ല വ്യത്യാസമാണ്. പിന്നെ സൈഡ് പ്രൊഫൈലിൽ മാറുമ്പോൾ ടയർ സൈസിന്റെ വ്യത്യാസമുണ്ട്. അതെ, ടയർ സൈസ് വരുന്നത് 18 ഇഞ്ചിന്റെ അലോയ് വീൽസ് ആണ് കൊടുത്തേക്കുന്നത്. 18 ഇഞ്ചിന്റെ അലോയ് വീൽസ്. അതെ. പിന്നെ അതിന്റെ സൈഡിലും അതുപോലെ തന്നെ ഒരു എൻലൈൻ ബാഡ്ജിങ് വരുന്നുണ്ട്. പിന്നെ അതെ, റെഡ് സ്ട്രിപ്പ് അതുപോലെ തന്നെ അത് ഡിസ്ക് ഫ്രണ്ടിലും ടയറിലും ആ ഒരു ഡിസ്ക് വരുന്നുണ്ട്. അതെ, ബാക്കും ഡിസ്ക് അല്ലേ? ബാക്ക് ഡ്രം ആണ്? അല്ല, ഡിസ്ക് തന്നെയാ. ബാക്കും ഡിസ്ക് തന്നെയാണ്. അതെ. അപ്പൊ പുറകുഭാഗത്ത് വരുന്ന വ്യത്യാസങ്ങളൊക്കെ ഈ ഒരു സ്പോയിലർ തന്നെയാണ് ബാക്കിലത്തെ ആ ഒരു വ്യത്യാസം. പിന്നെ ഇവിടെയും എൻലൈനിലുള്ള ബാഡ്ജിങ് കൊടുത്തിട്ടുണ്ട്. ആ ഒരു റെഡ് ഇൻസേർട്സും വരുന്നുണ്ട് ഇവിടെ താഴെയായിട്ട് റെഡിന്റെ. അതെ. ഇനി സൈലൻസറിന്റെ ഈ ഡ്യുവൽ എക്സോസ്റ്റ് ആ വരുന്നത്. എൻലൈനിന്റെ ആ ഒരു സൗണ്ട് വ്യത്യാസമുണ്ടല്ലോ. ഇന്റീരിയറിന്റെ എങ്ങനെയൊക്കെയാണ് ഇതിന്റെ വരുന്നത്? ഇന്റീരിയറിലും സെയിം നല്ല ഡിഫറൻസ് ഉണ്ട്. നോർമൽ ക്രെറ്റയായിട്ട് നോക്കുകയാണെങ്കിൽ സീറ്റിംഗിന്റെ വ്യത്യാസം വരുന്നുണ്ട്. സീറ്റ് അതെ, ഫുള്ളി ലെതർ സീറ്റിംഗ് ആണ് വരുന്നത്. അതുപോലെ തന്നെ സീറ്റ് വെന്റിലേഷനും ഇതിൽ വരുന്നുണ്ട്. പിന്നെ വരുമ്പോൾ റെഡ് ആ ഒരു ബീഡിങ് ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. അതെ. ഡിസ്പ്ലേ വരുമ്പോൾ നമുക്ക് 10.25 ഇഞ്ചിന്റെ ടച്ച് സ്ക്രീൻ തന്നെയാണ് വരുന്നത്. അതുപോലെ തന്നെ ക്ലസ്റ്ററും അങ്ങനെ തന്നെയാണ് കിട്ടുന്നത്. അതിന്റെ ആ ഒരു ഫീൽ കൊടുക്കാൻ വേണ്ടിയിട്ട് ആ ഒരു റെഡ് ഇൻസേർട്ടും ഇവിടെയും കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഫുള്ള് മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ ആ ഒരു എൻലൈൻ്റെ ആ ഒരു ഫീൽ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ എല്ലാം കൊടുത്തേക്കുന്നത്. ബാക്ക് സീറ്റ് വരുമ്പോഴത്തേക്ക് എന്തൊക്കെ വ്യത്യാസങ്ങളാണ് മറ്റേ സാധാ ഇതോട്ട് വരുന്നത്? എല്ലാം സെയിം തന്നെയാ, വേറെ വലിയ വ്യത്യാസങ്ങളൊന്നുമില്ല. പിന്നെ ബോസിന്റെ സ്പീക്കേഴ്സ് ഉൾപ്പെടെ എല്ലാം ഇതിനകത്തും വരുന്നുണ്ട്. ബോസിന്റെ സ്പീക്കേഴ്സ് അല്ലേ? അതെ. സി ടൈപ്പ് 2 ചാർജിങ് സ്ലോട്ട് വരുന്നുണ്ട്. പിന്നെ 2 AC വെന്റും വരുന്നുണ്ട്. മറ്റേ നോർമൽ അതിനുണ്ടോ? അതിലും വരുന്നുണ്ട്. പനോരമിക് സൺറൂഫ് തന്നെ. പനോരമിക് സൺറൂഫ് അല്ലേ ഫുൾ? അതെ. നോർമൽ ക്രെറ്റയിലെ പോലെ തന്നെയാണ് കൊടുത്തേക്കുന്നത്. അതുപോലെ തന്നെ സ്റ്റിയറിംഗിലും ആ ഒരു ഡിഫറൻസ് കൊടുത്തിട്ടുണ്ട്. ഫുള്ളി ലെതേർഡ് സ്റ്റിയറിംഗ് വീലാണ് വന്നേക്കുന്നത്. അതുപോലെ എൻലൈൻ്റെ ഒരു ബാഡ്ജിങ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. നോർമൽ ക്രെറ്റ വരുമ്പോൾ ഒരു ഡീകട്ട് സ്റ്റിയറിംഗ് ആണ് വരുന്നത്. എല്ലാം കണക്റ്റിംഗ് LED ടൈൽ ലാംപ്സ് വരുന്നുണ്ട് മൊത്തത്തിൽ. ഇത് സീക്വൻഷ്യൽ ഇൻഡിക്കേറ്റേഴ്സ് ആണ്. ഫ്രണ്ടിലും അതുപോലെ തന്നെ റിയറിലും സീക്വൻഷ്യൽ ഇൻഡിക്കേറ്റേഴ്സ് വരും. അതുപോലെ തന്നെ 360 ക്യാമറ ഇതിൽ വരുന്നുണ്ട്. അതെ. ലെവൽ 2 അഡാസും അതിന്റെ കൂടെ തന്നെ കിട്ടുന്നുണ്ട്. ക്രെറ്റയുടെ പ്രൈസ് പറയുകയാണെങ്കിൽ 2 വേരിയൻസിൽ നമുക്കിത് വരുന്നുണ്ട്. മാനുവലിലും കിട്ടും, അതുപോലെ തന്നെ ഓട്ടോമാറ്റിക്കലും വരും. N8 DCT വരും, N8 മാനുവലും വരും. N8 മാനുവലിൻ്റെ എന്ന് പറഞ്ഞാൽ ഈ ഒരു കളറിന്റെ വ്യത്യാസം അനുസരിച്ച് ഇപ്പോൾ നമുക്ക് 3 സിംഗിൾ ടോൺ കളേഴ്സിലും അതുപോലെ തന്നെ 3 ഡ്യുവൽ ടോൺ കളേഴ്സിലും നമുക്ക് എൻലൈൻ അവൈലബിൾ ആണ്. അപ്പോൾ N8 വരുമ്പോൾ അതിന്റെ എക്സ്ഷോറൂം പ്രൈസ് ഏകദേശം ഒരു 16.82 സ്റ്റാർട്ട് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഡ്യുവൽ ടോൺ വരുമ്പോൾ 16.97 ആണ് എക്സ്ഷോറൂം പ്രൈസ് വരുന്നത്. പിന്നെ അതുപോലെ DCT ആവുമ്പോൾ 18.32 ആണ് N8ന്റെ DCT വരുന്നത്. പിന്നെ N10ലേക്ക് മാറുമ്പോൾ N10 മാനുവൽ ആണെങ്കിൽ 19.34ഉം N10 DCT ആണെങ്കിൽ 20.29 ആണ് എക്സ്ഷോറൂം പ്രൈസ് വരുന്നത്. പിന്നെ അതിൽ ബാക്കി റോഡ് ടാക്സ്, ഇൻഷുറൻസ് അതൊക്കെ ആഡ് ഓൺ ആകും. ഫിനാൻസിൻ്റെ ഒക്കെ എങ്ങനെയാണ്? നമുക്ക് എല്ലാ ബാങ്കുകളുമായിട്ട് നമുക്ക് ഫിനാൻസ് ഓപ്ഷൻസ് അവൈലബിൾ ആണ്. SBI, HDFC അങ്ങനെ എല്ലാ ബാങ്കുകളുമായിട്ട് നമുക്ക് ഫിനാൻസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അത് നമ്മുടെ സിബിൽ സ്കോറിനെയൊക്കെ ബേസ് ചെയ്തിട്ടായിരിക്കും നമുക്ക് അതിൻ്റെ ബാക്കി ഡൗൺ പേയ്മെൻറ്റോ കാര്യങ്ങളോ ഒക്കെ പിന്നെ വരുന്നത്.